എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിദ്ധർ ധ്യാനത്തില് മൂലബന്ധം എന്നുള്ള വിഷയത്തെ പറ്റി സംസാരിക്കും. ഇത് ഞാൻ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശിവസംഹിത എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. മൂലബന്ധം സിദ്ധാസനത്തിലിരുന്ന് കാലിന്റെ ഉറ്റുകൊണ്ട് ഗുദം അടച്ച് പിടിച്ച് ഗുദപേശികൾ സങ്കോചിപ്പിച്ച് ഉള്ളിലേക്ക് വലിച്ച് ബലമായി അപാനവായുവിനെ മുകളിലേക്ക് ആകർഷിക്കണം. ഇതാണ് ജരാനരകളെയും മരണത്തെയും അകറ്റുന്ന മൂലബന്ധം. മൂലബന്ധം അപാനന്റെയും പ്രാണന്റെയും ഐക്യമുണ്ടാക്കുന്നു. ഈ ബന്ധം കൊണ്ട് യോനിമുദ്ര കൊണ്ടുണ്ടാകുന്ന സിദ്ധികൾ ധാരാളമായി ഉണ്ടാകും. യോനിമുദ്ര കൊണ്ട് സാധിക്കാത്തതൊന്നും ഈ ഭൂമിയിലല്ലാതെ മൂലബന്ധം അഭ്യസിച്ചുറച്ചാൽ അന്തരീക്ഷവായുവിനെ ജയിക്കാൻ കഴിയും. പത്മാസനത്തിലിരിക്കുന്ന യോഗിക്ക് ഭൂമിയിൽ നിന്ന് മേലോട്ടുയരാൻ കഴിയും. ജനങ്ങളില്ലാത്ത ഏകാന്ത ദേശങ്ങളിൽ രഹസ്യമായി മൂലബന്ധം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ തന്റെ ഇച്ഛയ്ക്കനുസരണമായി ഈ സംസാര സാഗരം തരണം ചെയ്യാൻ കഴിയും. മൂലബന്ധ യോഗാഭ്യാസത്തിനിടയ്ക്ക് പ്രാണവായുവിന്റെയും അപാനവായുവിന്റെയും ഐക്യമുണ്ടായാൽ അതിന് യോനിമുദ്ര എന്ന് പറയും. യോനിമുദ്ര സിദ്ധിച്ചാൽ ഈ ഭൂതലത്തിൽ പിന്നെ നേടാൻ പറ്റാത്ത എന്താണ് ഉണ്ടാവുക? പത്മാസനത്തിൽ ഇരുന്ന യോഗി ഈ യോഗത്തിന്റെ പ്രസാദം കൊണ്ട് ഭൂമി വിട്ട് ആകാശത്തിൽ ഉയർന്നു പൊങ്ങി വായുവിൽ ചലിക്കാൻ പോലും സിദ്ധി നേടുന്നു. ഭൂമിയുടെ ആകർഷണശക്തി മൂലമാണ് ജരാനരകൾ ഉണ്ടാവുന്നതും ദേഹത്തിന് പ്രായമാവുന്നതും. ശുക്ലം താഴോട്ട് വന്ന് കാമാസക്തിയായും ഭോഗതൃഷ്ണയായും തീരുന്നു. ഇതിന് ശരിയായ പരിഹാരമാണ് മൂലബന്ധം. അതിനാൽ ഇത് ദിവസവും അനേകം തവണ ആചരിക്കുന്നത് കൊണ്ട് തന്നെ യോഗി ദീർഘായുസായിത്തീരുന്നു. അനേകം പ്രധാന യോഗങ്ങളുടെ ഘടകമാണ് മൂലബന്ധം. യോനിമുദ്രയിൽ പറയാം. സിദ്ധാസനത്തിൽ ഇരുന്ന് യോഗി തള്ളവിരൽ കൊണ്ട് ചെവികൾ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണുകളും നടുവിരൽ കൊണ്ട് 2 നാസാദ്വാരങ്ങൾ അടയ്ക്കും. വായ മോതിരവിരൽ മുകളിലും ചെറുവിരൽ താഴെയുമായി ഇരുവശത്തും വെച്ചടയ്ക്കാം. ശീതളി പ്രാണായാമം കൊണ്ട് പ്രാണവായുവിനെ വലിച്ച് സ്വാധിഷ്ഠാനത്തിൽ അപാനവായുവുമായി ചേർത്ത് ഹംസം മാത്രം ചൊല്ലി കുംഭം കൊണ്ട് 6 ചക്രങ്ങളിൽ ക്രമമായി കണ്ടു മൂലബന്ധം ചെയ്ത് കുണ്ടലിനി ശക്തി ഉണർത്തി ചക്രങ്ങളെ ചലിപ്പിച്ച് സഹസ്രാരത്തിൽ കൊണ്ടുപോകും. അവിടെ സഹസ്രാരത്തിൽ ശക്തി ശിവനുമായി മേളിക്കുന്നത് ശ്രദ്ധിക്കുക. ദേഹം മുഴുവൻ ദൈവീക മഹാശക്തി നിറഞ്ഞിരിക്കുന്നതായി വിചാരിക്കുക. ഞാൻ ബ്രഹ്മമാണ് എന്ന് സ്വയം ചിന്തിച്ച് അതിൽ ധ്യാനിച്ചിരിക്കണം. ഈ മുദ്രയിൽ പരിശീലനം നേടുന്നതോടുകൂടി യോഗി സമാധിയിലേക്ക് പോകുന്നു. ഇങ്ങനെ പരിചയം വന്ന യോഗിക്ക് ഏതൊരു വിധത്തിലുള്ള പാപം ഏൽക്കുകയില്ല. ബ്രഹ്മഹത്യാ പാപം പോലും ഗുരുതിന്ന പോലും ഏൽക്കുകയില്ല. എല്ലാ പൂർവ്വപുണ്യ പാപങ്ങളും ഇഹലോക പാപങ്ങളും നശിക്കുന്നു. അതിനാൽ മോക്ഷത്തിനായി യോനിമുദ്ര പരിശീലിക്കുക. ഈ മുദ്ര കൊണ്ട് യോഗിക്ക് ഒരു പുനർജന്മം ഉണ്ടാകും. അയാൾ ഒരു പുതിയ ജീവിയാകും. എന്നാലാണ് അയാൾക്ക് യാതൊരുവിധ പാവവും ഏൽക്കുകയില്ലെന്ന് പറഞ്ഞു. ലയയോഗത്തിലെ ചക്രഭേദത്തിനുള്ള ഏറ്റവും മെച്ചപ്പെട്ട യോഗമാണിത്. ഇതുമൂലം ചക്രങ്ങൾ തരളങ്ങളായി സ്വാധീനത്തിൽ വരുന്നു. ശരീരം ജീവശക്തിയുടെ ചാലനത്തിനുള്ള മധ്യമായി തീരും. ഇങ്ങനെയാണ് ഖേരണ്ട സമയയിൽ പറഞ്ഞു. മറ്റൊരു രീതി ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. യോനി മുദ്രയ്ക്ക് മുമ്പായി ശക്തിചാലനി മുദ്ര ചെയ്തിരിക്കേണ്ടതാണ് എന്ന് 57-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്ലോകം 105-ലും പറഞ്ഞിട്ടുണ്ട്. മൂലബന്ധത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മൂലബന്ധത്തില് പിന്നെ അശ്വിനി മുദ്ര ബുധം കൊണ്ട് ഉള്ളി, പിന്നെ വജ്രോളി മുദ്ര ലിംഗം ഉള്ളിലേക്ക് വയ്ക്കുക. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് മൂലബന്ധം. അപ്പോ അശ്വിനി മുദ്ര വജ്രോളി മുദ്ര ഇത് രണ്ടും കൂടി ചെയ്ത് പിടിക്കണം. പിടിച്ച് അപ്പോഴാണ് അപാനനും പ്രാണനും ആയി ചേരും. കാരണം അപാനൻ മുകളിലേക്ക് പോകും. രണ്ടും കൂടി പിടിച്ച് ശ്രദ്ധിച്ച് വായുവിനെ മുകളിലേക്ക് നട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ നിറയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു 100 തവണ ഇങ്ങനെ പിടിക്കുക, മുകളിലേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് സാവധാനം ശ്വാസം വിടും.
ശീതളിയിൽ വലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശീതളിയിൽ തന്നെ വിടുകയും ചെയ്യാം. അങ്ങനെ പരിശീലിച്ച് ശ്വാസോപഭോഗം ചെയ്ത് ശ്വാസം പിടിച്ച് ചെയ്യണതാണ് നല്ലത്. അപ്പൊ അതിന്റെ പ്രാണവായു അപാനവായുമായിട്ട് ചേർന്ന് ഒരു ഊർജം, ഒരു എനർജി നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക്. അതില് ഗുരുവിന്റെ ദീക്ഷ ഉണ്ടാവും. എന്നാലാണ് അത് വളരെ ഭംഗിയായിട്ട് അനുഭവിക്കാൻ പറ്റുക. അങ്ങനെ ചെയ്താൽ അതൊരു ഫസ്റ്റ് റൗണ്ടിൽ ഒരു 100 തവണ ചെയ്യാം. ഒന്ന് റിലാക്സ് ചെയ്ത് നിറയിൽ നോക്കിയിട്ടിരിക്കാം. കണ്ണ് രണ്ടും അടച്ചും നിറയിലേക്ക് നോക്കാം. അതുപോലെ തന്നെ നാവ് പിന്നെ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി മുകളിൽ നിന്നുള്ള ദ്വാരത്തിലേക്ക് കയറ്റി വെച്ച് അങ്ങനെ ഇരിക്കും. അപ്പോ പല അറിവുകളും തന്നെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത്. ഒരു റൗണ്ടിൽ 100 ചെയ്ത്, പിന്നെ ഒരു റൗണ്ടിൽ ഒരു 100 ചെയ്ത്, പിന്നത്തെ റൗണ്ടിൽ 100 ചെയ്ത് അങ്ങനെ ചെയ്യിക്കണം. ഇതാണ് യോനി മുദ്ര. സിദ്ധാസനത്തിൽ നിന്ന് കാലിന്റെ ഉപ്പുറ്റിക്കൊണ്ട് ഭൂതം അടച്ചു പിടിച്ച് ഭൂതപേശികൾ സങ്കോചിപ്പിച്ച് ഉള്ളിലേക്ക് വലിച്ച് ബലമായി അപാനപായന മുകളിലേക്ക് ആശം. ഇതാണ് ജരാനരകളും മരണങ്ങളെ അകറ്റുന്ന മൂലതത്വം. അപ്പൊ അതിൽ അശ്വിനി മുദ്രയും വജ്രോളി മുദ്രയും ഒരുമിച്ച് ചെയ്ത് ബലമായിട്ട് പിടിച്ച് കുറെ നേരം പറ്റാവുന്നിടത്തോളം നേരം വീതം പിടിച്ച് മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് മൂലതന്ത്രം.